ആലിസേ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. നീ കണ്ണെടുക്കേ. നിന്റെ ഫോൺ ഞാൻ എന്തിനാ എടുക്കുന്നു? പ്രൈവസിയാണ് ഫോൺ. ഹലോ, എന്തുണ്ട്? എത്ര കാലായി വിളിച്ചിട്ട്? അത് ഞാനും നല്ല തിരക്കായിരുന്നു. പിന്നെ എന്തൊരു പണിയാന്നും പറഞ്ഞോണ്ടാ? എന്താന്നാ എടി ഇച്ചായന്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ നോക്കണ്ടേ? തുണി അലക്കി കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നിനക്കറിയാലോ, കുനിഞ്ഞൊരു പുല്ല് പോലും എടുക്കാത്തൊരു മനുഷ്യനാ. സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. എന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞൊരു ഡയലോഗുണ്ട്, എൻ്റെ പൊന്നു മോൾ ആലീസേ, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കട്ടപ്പുകയായേനെന്ന്. അതിൽ നമ്മൾ അങ്ങ് വീഴുമല്ലോ. പിന്നെ നിന്റെ വിശേഷമൊക്കെ പറ. ജിമ്മി, എല്ലാരും സുഖമായിട്ടിരിക്കുന്ന? ആണോടാ? എടാ, പറ്റുന്നില്ലെങ്കിൽ ആ ഭാര്യ നീ അടിച്ചു കളയടാ. നിനക്ക് സഹിക്കുന്നത് എന്തിനാ? അയ്യോടി നമ്മളോടല്ല, ഈച്ചാനെ വേറെ ഫോണില് ഏതോ ഫ്രണ്ട് വിളിച്ചു. എടാ, വായി തോന്നിയൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറയുന്ന ഒരു ഭാര്യ നിന്റെ വീട്ടിലുണ്ടെങ്കിലേ ജിമ്മി, നിന്റെ കാര്യം പോക്കാടാ. അതിനൊക്കെ തല്ലി കൊല്ലണം. എടി, സത്യം പറഞ്ഞ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇച്ചാൻ ഒരു മൃഗ ഡോക്ടർ ആണെങ്കിൽ ഒരു ഡോക്ടർ ആണല്ലോ എന്ന്. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ, ഈ മൃഗങ്ങളോട് ഇടപെട്ട് ഇച്ചായൻ തനി ഒരു മൃഗമായടി. ഒരു വിധത്തിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സത്യോടി ജിമ്മി, അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവളോട് പോകാൻ പറയടാ. എടാ, ഞാനാടാ പറയണത്. കാണ്ടാമൃഗത്തിന് വരെ ചികിത്സിക്കുന്ന എനിക്കൊരു ചുണ്ടലിയാണ് ചികിത്സിക്കാൻ പാട്. ശരിയടി, ഞാനെന്നല്ലേ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ശരിയടി, ശരിയടാ, ഞാനും നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇങ്ങോട്ട് നോക്കിയാ ചുണ്ടലി നിങ്ങളുടെ അപ്പൻ. എന്നെ പറ്റിട്ടാണ് ഇത്രയും നേരം നിങ്ങൾ ഫോണിൽ സംസാരിച്ചെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. മനസ്സിലായി. നന്നായി. എടി, നാട്ടുകാരോട് മുഴുവൻ ഇവിടെയുള്ള കാര്യങ്ങൾ വിളമ്പുന്നുണ്ടല്ലോ, അത് ചെറ്റത്തരവാ. കൊത്തി വരുവാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യം അവർക്കിടയിൽ തന്നെ തീരണം. അല്ലാതെ വിളിച്ച് പറയുമല്ലോ വേണ്ടത്. ഒന്നും ചെയ്യാറില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? ഉള്ള കാര്യമാണോ? ആരാന്ന് പോയി നോക്കു ചുണ്ടലി. സൗകര്യം പോയി നോക്കടി.